ഹായ് ഓൾ, എജുസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന റെയിൽവേ ഫാർമസിസ്റ്റ് 2024ന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഫാർമസി സംബന്ധിച്ചിടത്തോളമുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ഡീറ്റെയിൽസും നോട്ടിഫിക്കേഷൻസും മറ്റ് അപ്ഡേഷൻസും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി അറിയാനായിട്ട് സാധിക്കും. അതിനായി താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി അമർത്തുവാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പം നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ആരെങ്കിലും ജോയിൻ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് എല്ലാവരും കമ്മ്യൂണിറ്റിയിലും കൂടെ ജോയിൻ ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് ഫാർമസിയുടെ നോട്ടിഫിക്കേഷൻ എന്നല്ല, പകരം റിക്രൂട്ട്മെന്റ് ഓഫ് വേരിയസ് കാറ്റഗറീസ് ഓഫ് പാരാമെഡിക്കൽ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. നമ്മുടെ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ് നമ്പർ, അതായത് സെൻ നമ്പർ എന്ന് പറയുന്നത് 044/2024. ഇതാണ് നമ്മുടെ സെൻ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വാക്കൻസി, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ റെയിൽവേ ഫാർമസിസ്റ്റിന്റെ ഒഴിവുകൾ, വാക്കൻസീസ് എന്ന് പറയുന്നത് 246. അത് തന്നെയാണ് ഈ ഒരു പോസ്റ്റിന്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് 246ഓളം വാക്കൻസീസ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണ്. അതായത് ഈ ഒരു എക്സാമിലോട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങേണ്ട ഓപ്പണിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 17/8/2024 ആണ്. അതായത് ഓഗസ്റ്റ് 17-ാം തീയതി മുതൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അതുപോലെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ വരുന്നത് 16/9/2024. അതായത് സെപ്റ്റംബർ 16-ാം തീയതി വരെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ടുള്ള സമയമുണ്ട്. ഏകദേശം ഒരു മാസത്തോളം ഇതിനുള്ള സമയം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ എക്സാം എഴുതാനായിട്ട് ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഓപ്പണിംഗ് ഡേറ്റ് ആവുമ്പോൾ തന്നെ അപ്ലൈ ചെയ്ത് തുടങ്ങാം. നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഈ ഒരു എക്സാം എഴുതാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ്. ഡിപ്ലോമ ഇൻ ഫാർമസി അല്ലെങ്കിൽ B.Pharm, ഡിഗ്രി ഇൻ ഫാർമസി അല്ലെങ്കിൽ ഇക്വലന്റ് എന്ന് പറയുന്നുണ്ട് നോട്ടിഫിക്കേഷനിനകത്ത്. അതായത് അതിന്റെ അർത്ഥം നമുക്ക് ഫാർമഡിക്കാർക്കും കൂടെ ഈ ഒരു എക്സാം എഴുതാനായിട്ട് സാധിക്കും. ഒത്തിരി എൻക്വയറീസ് വരുന്നുണ്ട് ഫാർമഡിക്കാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഫാർമഡിക്കാർക്കും ഈ ഒരു എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റൊരു പ്രത്യേകതയാണ്, നിങ്ങൾക്ക് ഇതിന് എക്സ്പീരിയൻസിന്റെ ആവശ്യമേ ഇല്ല. പല സെൻട്രൽ ഗവൺമെന്റ് എക്സാമുകൾക്കും എക്സ്പീരിയൻസ് മാൻഡേറ്ററി ആയിട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല. അതൊരു പ്ലസ് പോയിന്റും കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഏജ് ലിമിറ്റ് ആണ്. ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് ഏതൊക്കെ പ്രായക്കാർക്ക് ഈ ഒരു എക്സാം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും? ജനറൽ കാറ്റഗറിയിൽ നമുക്ക് 20 വയസ്സ് മുതൽ 38 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എഴുതാം. തൊട്ട് മുന്നിലത്തെ വർഷം വരെ 20 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള ആളുകൾക്കായിരുന്നു ജനറൽ കാറ്റഗറിയിൽ വരുന്നത്. പക്ഷെ നമുക്ക് കോവിഡ് പാൻഡമിക് കാരണം കുറച്ച് ആൾക്കാർക്ക് എക്സാം എഴുതാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവരെ കൂടെ കൺസിഡർ ചെയ്താണ് നമുക്ക് +3 ജനറൽ കാറ്റഗറിക്ക് ഒരു ഏജ് റിലാക്സേഷൻ അവർ തന്നിട്ടുള്ളത്. ബാക്കി OBC ഇനി ഇതിന്റെ കൂടെ മറ്റ് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അതർ ബാക്ക്വേർഡ് കാസ്റ്റുകാർക്ക് ഇതിന്റെ കൂടെ, അതായത് 38 വയസ്സിന്റെ കൂടെ 3 ഇയേഴ്സും കൂടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ SC/ST-കാർക്ക് +5 ഇയേഴ്സും കൂടെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു എക്സാമിൽ അപ്ലൈ ചെയ്യാനായിട്ട് എക്സാം ഫീസ് ആവശ്യമുണ്ട്. ജനറൽ കാറ്റഗറിയിൽ വരുന്ന ആളുകൾക്ക് 500 rupees 500 രൂപയും മറ്റ് കാറ്റഗറിയിലുള്ള ആളുകൾക്ക് 250 രൂപയും. ഈ 500 രൂപ അടയ്ക്കേണ്ടത് ജനറൽ കാറ്റഗറിയിൽ വരുന്ന മെയിൽ ആപ്ലിക്കൻസ് മാത്രമാണ് 500 രൂപ അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്. ബാക്കി ഫീമെയിൽ ആപ്ലിക്കൻസും ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും, അതായത് അതേഴ്സ് എന്ന് വരുമ്പോൾ SC/ST വരുന്നുണ്ട്, ഡിസബിലിറ്റീസ് ഉള്ള ആളുകൾ വരുന്നുണ്ട്. ബാക്കി എല്ലാ കാറ്റഗറിയിലുള്ള ആളുകളും 250 രൂപ അടച്ചാൽ മതിയാകും. ജനറൽ എന്ന് പറയുന്ന 500 രൂപ ജനറൽ കാറ്റഗറിയിൽ വരുന്ന മെയിൽ ആപ്ലിക്കൻസിന് മാത്രമാണ് അത് ബാധകമായിട്ട് വരുന്നത്. ഈ 500 രൂപ അടയ്ക്കുന്ന ആളുകൾക്ക് എക്സാമിന് ശേഷം, അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് ശേഷം 400 രൂപ റീഫണ്ട് ചെയ്ത് കിട്ടും. അതേപോലെ 250 രൂപ അടയ്ക്കുന്ന ആളുകൾക്ക് മുഴുവൻ തുകയും റീഫണ്ട് ചെയ്ത് കിട്ടുന്നതായിരിക്കും. നമുക്ക് പേയ്മെന്റ് മെത്തേഡ് ഓൺലൈൻ വഴിയാണ് നിങ്ങൾ പേയ്മെന്റ് ചെയ്യാനുള്ളത്. ഒന്നുകിൽ ഇന്റർനെറ്റ് ബാങ്കിങ്, ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്ത് ചെയ്യാം. അതുപോലെ UPI മെത്തേഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടവർക്ക് മനസ്സിലാകും. സോണൽ വൈസ്, അതായത് ഓൾ ഇന്ത്യ ലെവലിൽ നോർത്ത് തൊട്ട് സൗത്ത് വരെ ഡിഫറെന്റ് സോൺസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. സോൺ വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട്
അപ്ലൈ ചെയ്യാനായിട്ടുള്ളത്. ഒരു സോണിൽ മാത്രമേ ഒരു ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നിങ്ങൾ ഒരാൾ 2 സോണിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഈ ഒരു എക്സാമിൽ നിന്ന് ഡീബാർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരാൾക്ക് അറ്റ് എ ടൈം ഒരു സോണിൽ മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, നോർത്ത് തൊട്ട് സൗത്ത് വരെ ഡിഫറെന്റ് സോണിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺവീനിയന്റ് ആയിട്ട് വരുന്നത് സൗത്ത് സോൺ തന്നെയാണ്. അതിൽ വരുന്നതാണ് ബാംഗ്ലൂർ, ചെന്നൈ, സെക്കന്ദരാബാദ്. ഓക്കെ, നെക്സ്റ്റ് നീഡ് അക്കൗണ്ട് ഓൺ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടീസ്. ഇതിൽ നമുക്കൊരു അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളതും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതുമായിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ യൂട്യൂബിൽ ഇന്നോ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് കാണാനായിട്ട്, അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അതുപോലെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് വരുന്ന നമ്മുടെ എക്സാം പാറ്റേൺ ആണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് നമ്മുടെ ഈ ഒരു റെയിൽവേ ഫാർമസിസ്റ്റ് എക്സാമിന് വരുന്നത്. ഓൺലൈൻ ടെസ്റ്റ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ടുണ്ടാവും. നമ്മുടെ എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 90 മിനിറ്റ്സ് ആണ്. അതായത് 1.5 മണിക്കൂർ നിങ്ങൾക്ക് ഇതിനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട്. നമുക്ക് ഇതിന് വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് ജനറൽ സയൻസ്, ജനറൽ ഇന്റലിജൻസ്, ജനറൽ അവയർനെസ്, പ്രൊഫഷണൽ എബിലിറ്റി. പ്രൊഫഷണൽ എബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാർമസി സബ്ജക്റ്റുകളാണ്. അതുപോലെ ജനറൽ അരിത്തമാറ്റിക്. മാർക്കിംഗ് സ്കീം വന്നിട്ട് നമ്മുടെ കറക്റ്റ് ആൻസേഴ്സിന് നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. അതുപോലെ തെറ്റുത്തരങ്ങൾക്ക്, അതായത് റോങ് ആൻസറിന് 1/3 മാർക്ക് ഡെഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ എക്സാമിന്റെ 100 മാർക്കിനാണെന്ന് പറഞ്ഞു. ഇതിന്റെ എക്സാം മാർക്ക് ഡിവിഷൻ ആണ് ഈ സ്ലൈഡിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് പ്രൊഫഷണൽ എബിലിറ്റി, അതായത് നിങ്ങളുടെ ഫാർമസി സബ്ജക്റ്റുകൾ 70 മാർക്കിനും മറ്റ് ജനറൽ നോളജ് 30 മാർക്കിനുമാണ് ചോദിക്കുന്നത്. ഈ 30 മാർക്കാണ് നമ്മുടെ റാങ്ക് മേക്കിംഗ് മാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പ്രൊഫഷണൽ എബിലിറ്റി 70 മാർക്കിന്, ബാക്കി 30 മാർക്കിന്റെ ഡിവിഷൻ നമുക്ക് നോക്കാം. ജനറൽ അവയർനെസ് 10 മാർക്കിന്, ജനറൽ അരിത്തമാറ്റിക്, ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് 10 മാർക്ക്, ജനറൽ സയൻസ് 10 മാർക്ക്. ഈ ജനറൽ സയൻസിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതായത് നമ്മുടെ 10th സ്റ്റാൻഡേർഡ് ലെവലിലുള്ള CBSE 10th സ്റ്റാൻഡേർഡിലുള്ള ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ഇൻ എവറിഡേ ലൈഫ്, ഇത്രയാണ് ജനറൽ സയൻസിൽ വരുന്ന സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ എജ്യൂസ് അക്കാഡമിയിൽ പ്രൊഫഷണൽ എബിലിറ്റി, അതായത് നമ്മുടെ ഫാർമസി സബ്ജക്റ്റുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്, കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീമിന്റെ നേതൃത്വത്തിലാണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്തു പോകുന്നത്. നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ ബാക്കി ജനറൽ നോളജ്, ജനറൽ PSC കോച്ചിങ് രംഗത്തെ മികച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിലാണ് ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് വീഡിയോസ്, ഡെമോ ക്ലാസ്സുകൾ കണ്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ആളുകളുടെ കീഴിൽ തന്നെ കോച്ചിങ് എടുക്കേണ്ടതായിട്ട് അത്യാവശ്യമുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ഫ്രീ ഡെമോ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് ഞങ്ങൾ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇന്നോ നാളെയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെൽ ഐക്കൺ കൂടെ നോട്ടിഫിക്കേഷൻസ് ഉടനായിട്ട് കിട്ടാനായിട്ട് അമർത്തുക. അതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ട ലിങ്ക് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ഈ ഒരു നോട്ടിഫിക്കേഷന്റെ പൂർണ്ണ രൂപം PDF ഫോമിൽ ഞങ്ങൾ കമ്മ്യൂണിറ്റിയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.